Hello, my dear class 9 family. മക്കളെ ഇന്ന് നമ്മൾ extension of democracy through various institutions അല്ലെങ്കിൽ institutions കുറേ അധികം സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ ജനാധിപത്യത്തെ ഇങ്ങനെ കാണിച്ചു പോകുന്ന ഒരു ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്? ഇതിൽ കുറേ ഒരു 6ഓളം നിങ്ങൾക്ക് കുറേ സബ് ടോപ്പിക് കാണാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാൻ പറ്റും, സ്ഥാപനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാണ് സാർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ഭാഗം അല്ലെങ്കിൽ പഠിച്ചു പോകേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടോ അല്ലേ? ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഏകദേശം മക്കളെ നോക്കിയാൽ മതി 1 2 3 4 നിങ്ങളുടെ മുന്നിലേക്ക് 6 എണ്ണമാണ് വരാൻ പോകുന്ന 6 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 6 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഏത് സാർ ഇമ്പോർട്ടൻസ് കൊടുക്കും, ഏതിന് പ്രയോറിറ്റൈസ് ചെയ്യും, ഏത് നമ്മൾ ആദ്യം പഠിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സാർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാൽ മക്കളെ, നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നതും അത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ നോക്കിയാൽ മക്കളെ, സാർ ഇവിടെ റാങ്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ടോപ്പിക് വൈസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ഒന്ന് വായിച്ച് വിട്ടു പോകേണ്ടത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി സാർ പറഞ്ഞുതരാം. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഇതാ സാറോട് എഴുതി വെക്കാം, വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാർ ഇതാ 3 സ്റ്റാർ അല്ല, ഇവിടെ സാർ 5 സ്റ്റാർ ഇട്ട് വെക്കുകയാണ്. കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്നും ആലോചിച്ച് വെക്കുക. ഇവിടെ സാർ ഇതാ 5 സ്റ്റാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, എന്താണത്, ടോപ്പ് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ആ ഒരു പാഠഭാഗം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ആ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷൻ എന്താണ്, അത് എന്നുണ്ടായി, ആരൊക്കെയാണ് അതിലുള്ളത്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമങ്ങൾ, ആക്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉണ്ട്, അത് 50 രണ്ടെണ്ണം ഉണ്ട്, 50-ലും 51-ലും ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് പോവുക. ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിരിക്കും, ഉറപ്പാണ്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സാർ ഇത് എങ്ങനെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? അവിടെയാണ് സാർ ഇതാ അടുത്ത സ്റ്റാർ ഇടാൻ പോകുന്നത്. 1 2 3 4 സ്റ്റാർ ഇട്ടിട്ടുള്ളൂ സാർ. ഓക്കെ, എന്താണ് 4 സ്റ്റാർ ഇട്ടിട്ടുള്ളൂ, മറ്റൊന്നും കൊണ്ടല്ല 5 ഇടാത്തത്, വേറൊന്നും കൊണ്ടല്ല മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർ. ഓക്കെ, ഈ വേറൊന്നും കൊണ്ടല്ല, അതായത് നിങ്ങൾ ഈ പഠിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ അത്രത്തോളം ഇന്റൻസിറ്റി പഠിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പോയാലും മതി എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തൊട്ട് താഴെ വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. തൊട്ട് താഴെ നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പഠിക്കുക. അതിനുശേഷം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് NCBC. ഇത് സാർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 2 സ്റ്റാർ ഇടുള്ളൂ. അതെന്താണ് സാർ വെറും 2 സ്റ്റാർ? ഓക്കെ, എന്തുകൊണ്ടാണ് 2 സ്റ്റാർ ഇടുന്നത്? ഇത്രേ ഉള്ളൂ. നിങ്ങളിത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നിങ്ങൾ NCBC എന്നൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഓക്കെ, അത് നിങ്ങൾ എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, വായിച്ചു വെക്കുക, സെറ്റ് ആക്കുക. നിങ്ങൾക്ക് ടൈമാണ് ഏറ്റവും വലുത്. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വായിച്ചെടുക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ഏതാണോ എന്ന് മനസ്സിലാക്കി പഠിക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുക. അപ്പോൾ ഇത് വായിച്ച സാറിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണ്, ഒരു ഗട്ട് ഫീലിംഗ് വെച്ച് പറയുകയാണ്, ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചിട്ട് 2 സ്റ്റാർ സാർ അവിടെ കൊടുക്കുന്നുള്ളൂ, ഒന്ന് വായിച്ചു പോവുക, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നോക്കിയാൽ മക്കളെ നാഷണൽ SC/ST കമ്മീഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഇത് സാറ് 3 സ്റ്റാർ ഇടുകയാണ്, മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് എന്താണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഈ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. എന്താണത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ അതിൽ ചെയർപേഴ്സൺ ആരാണ് അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഒന്ന് പഠിച്ചിട്ട് പോവാ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി വന്നിട്ട് ഇവിടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ഇവിടെ സാർ എത്ര സ്റ്റാർ കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മക്കളെ, 1 2 3 4 5 സ്റ്റാർ സാർ കൊടുക്കും. കാരണം ഒന്നുമില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ഷോർട്ട് essay ആയിക്കോട്ടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്ത്രീകളുടെ കണ്ടീഷൻ എന്താണ്, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ സൊസൈറ്റിയിലെ എന്താണ് അവരുടെ കണ്ടീഷൻ എന്ന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, വനിതാവകാശ കമ്മീഷന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ചോദിക്കാനുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് 5 സ്റ്റാർ സാർ ഇട്ട് വെക്കുകയാണ്. ഇവിടെ നോക്കിയാൽ മക്കളെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സാർ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് 2 സ്റ്റാറേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മാത്രം മതി. ഓക്കെ, എന്താണ് ആ സാധനം എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും, സാർ ഈ പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ജനാധിപത്യം വിവിധ സ്ഥാപനങ്ങളിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നാണെങ്കിൽ ഇതാ ഇവിടെ സാർ വെച്ചിട്ടുണ്ട്. 1 എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ, 1 എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് സാർ എന്ത് ചെയ്യുക, 1 2 3 4 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കാര്യത്തിൽ 4 സ്റ്റാർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ
ഒന്ന് ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി പോവാ. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇവിടെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതിന് സാർ 2 സ്റ്റാറേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്റെ മക്കൾ എന്താന്ന് മാത്രം മനസ്സിലാക്കി പോവാ, അതൊക്കെയാണ്. ഓക്കെ, ഇനി SC/ST കമ്മീഷന്റെ കാര്യത്തിൽ സാർ 3 എണ്ണത്തിന് കാരണം ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ദേശീയ വനിതാവകാശ കമ്മീഷന് എത്ര കൊടുത്തിട്ടുണ്ട്? 5 എണ്ണം. 1 2 3 4 5. ഓക്കെ, 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യമാണ്. ഇവിടെ സാർ 2 കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ന്യൂനപക്ഷ കമ്മീഷന് 2 കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള വനിതാവകാശ കമ്മീഷൻ നന്നായിട്ട് നോക്കി പോവുക. അതിനുശേഷം പട്ടികവർഗം നോക്കുക. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതേപോലെ തന്നെ ഈ പറഞ്ഞ NCBC ഒക്കെ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, അപ്പൊ എവിടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്റ്റാർ കൂടുതലായിട്ട് തോന്നുന്നത് ആ ഭാഗം നിങ്ങൾ നന്നായിട്ട് നോക്കുക. എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. എത്രയും വേഗം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് മേടിക്കണം എന്ന് മാത്രമേ സാറിന് ആഗ്രഹമുള്ളൂ. അപ്പൊ ഏത് ഭാഗം നിങ്ങൾ നന്നായിട്ട് സമയം എടുത്ത് പഠിക്കണം, മറ്റുള്ള ഭാഗങ്ങൾ സമയം കളയാതെ എന്ന് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ വായിച്ച് വിടാൻ പറ്റുന്ന ഏതൊക്കെയാണ് ഏരിയ എന്ന് മാത്രമേ സാർ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് നമുക്ക് സൂപ്പറായിട്ട് എഴുതാൻ പറ്റണം. ഹാപ്പി ലേണിംഗ്.